السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. വിശുദ്ധ ഖുർആനിലെ 52-ാമത്തെ അധ്യായമായ സൂറത്തു തൂറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തു തൂറിന്റെ 4-ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. തൂറിലെ 15, 16, 17 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി അതിന്റെ ഖിറാഅത്ത് ഒന്ന് ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون إن المتقين في جنات ونعيم. ഇതിൽ വരുന്ന തജ്വീദ് നിയമങ്ങൾ. ആയത് നമ്പർ 15. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. അവിടെ സിഹ്റു എന്നുള്ള ഹായും ഹാദയുടെ ഹായും രണ്ട് ലെറ്ററാണ് കേട്ടോ. അത് രണ്ടും രണ്ട് സ്ഥലത്തു നിന്നാണ് ഉച്ചരിക്കേണ്ടത്. സിഹ്റു എന്നുള്ള ഹാ തൊണ്ടേന്നാണ്. ഹാ ശരിക്കത് ഉത്ഭവം വയറാണെന്നാണ്. വയറ്റുന്നത് വന്നിട്ട് എവിടെയും തൊടാതെ അങ്ങോട്ട് വരികയാണ്. ഹായും ഹുറൂഫുൽ അൽക്കാണ് ഹായും, പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് തൊണ്ടേന്നാണ്, ഒന്ന് തൊണ്ട ടച്ച് ചെയ്തുകൊണ്ട് വരികയാണ്. അവിടെ സെഹിറുന്നതിന് ശേഷം ആ നൂനിനെ നമ്മൾ വെളിവാക്കണം. കാരണം അതിനുശേഷം തൊണ്ടയിൽ നിന്ന് വരുന്ന ഹായാണ് വരുന്നത് കേട്ടോ. തൊണ്ട ടച്ച് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അവിടെ നൂനിനെ വെളിവാക്കണം. ഹാദാ എന്നുള്ള ദീർഘാക്ഷരത്തിന് ശേഷം അംസ വന്നത് കൊണ്ട് മദ് മുൻഫസിലാണ്. 2 or 4 അക്ഷരം വരെ നീട്ടാൻ നിർബന്ധമല്ല. നമുക്കൊരു 2 അക്ഷരം നീട്ടാം. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. എന്നുള്ള ഇങ്ങനെ തായിന്റെ ഉള്ളിൽ മറച്ചു വെച്ച് കാണിക്കണം. അന്തും തുബ്സിറൂൻ. ബാ കുത്തുബ് ജദ്ദൽ കൽക്കലയാണ്. അതുകൊണ്ട് തുബ്സിറൂൻ ചേർത്ത് പറയരുത്. സാധാരണ എല്ലാ സുക്കൂണുള്ള ലെറ്ററും ചേർത്ത് പറയലാണ്. ഇവിടെ അങ്ങനെയല്ല. 5 ലെറ്റേഴ്സിനെ ചേർത്ത് പറയാൻ പറ്റില്ല. ഒരു ഹർക്കത്ത് മാതിരി അതിനെ ഉച്ചരിക്കണം. ലാ തുബ്സിറൂൻ, തുബ്സിറൂൻ. അവർക്കതൊക്കെ ശ്രദ്ധിച്ചു പോവുക. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. ഒന്നുകൂടി. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. അവിടെ ഇസ്ലൗഹ എന്നുള്ള അലിഫിന്റെ മുകളിൽ ഒരു സ്മോൾ സ്വാദ് കാണാം. ആ സ്വാദ് എന്ന് പറഞ്ഞാൽ അംസത്തുൽ വസിലാണ്. വസിൽ എന്ന് പറഞ്ഞാൽ ചേർത്ത് ഓതന്റെ അംസയാണ്. ആ വസലിന്റെ സ്വാദാണ് അതിന്റെ മുകളിട്ടത്. സ്വാദിന്റെ ഷോർട്ട് ഫോമാണ്. അതുകൊണ്ട് അത് ഒരാൾ കൂട്ടി ഓതുകയാണെങ്കിൽ ആ 2 ആയത്തും ചേർത്ത് ഓതാം. അതിന് സാധ്യത ഉള്ള ഒരു സ്ഥലമാണത്. ആശയം പൂർണ്ണമാകുന്നില്ല. അപ്പൊ എങ്ങനെ ഓതാം? അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂന ഇസ്ലൗഹാ.
ലാ തുബ്സിറൂന സ്ലൗഹ, അങ്ങനെ ഓതാ. അങ്ങനെ പറയുമ്പോൾ അലിഫ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല. എന്നാൽ അവിടെ നിർത്തി ഓതുകയാണെങ്കിൽ ഈ എന്ന് പറയാണ്, അത് ഓർഡർ ഫോം ആണ്. അത് ഞാൻ വാക്കർത്ഥം പറയുമ്പോൾ പറഞ്ഞുതരാം. സ്വലാ ഇസ്ല എന്നുള്ളതിന്റെ ഓർഡർ ഫോം ആണ് ഇസ്ലവും. അതിനു വേണ്ടി ഉണ്ടാകുന്ന ഒരു അലിഫാണ്, ഒറിജിനൽ അലിഫല്ല. അതുകൊണ്ട് അത് കൂടിച്ചേർന്ന് ലോപിച്ചു പോകും. ഫസ്ബിറു, ഫാന്റെ മുകളിലുള്ള അലിഫും അങ്ങനെ തന്നെയാണ്. സബറ യസ്ബിറു എന്നുള്ളതിന്റെ അമ്രാണ് ഇസ്ബിർ. അതിന്റെ അലിഫും നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ പറയൂല. ഫസ്ബിറു ഔലാ തസ്ബിറു. സവാ എന്നുള്ളത് മദ് മുത്തസിലാണ്. ഒരു ലെറ്ററിൽ തന്നെ വാ എന്നുള്ള നീട്ടാനുള്ള അക്ഷരവും ശേഷം അംസയും വന്നു. സവാ ഉൻ അലൈക്കും. ഉൻ എന്നുള്ള നൂന് ശേഷം ഐന് വന്നു. അവിടെ ഇദ്ഹാറാണ്, നൂനെ ഒഴിവാക്കണം. ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. തുജ് കുത്തുബുജ്ജത്തിൽപ്പെട്ട കൽക്കലയുടെ ലെറ്ററാണ്. ആ ജീമിനെ ശരിക്കും പ്രൊനൗൺസ് ചെയ്യണം. തുജ്സൗന മാ കുന്തും. കുന്നുള്ള നൂനെ തായിലേക്ക് ഇഖ്ഫാ ചെയ്ത് മറച്ചു വെച്ച്, നൂനിനെ തായിൽ മറച്ചു വെച്ച് മണിക്കണം. കുന്തും തഅമലൂൻ. അപ്പോൾ ശ്രദ്ധിക്കാം. ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുന്തും തഅമലൂൻ. ആയത് നമ്പർ 17. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ഇന്ന എന്നുള്ള സദ്ദുള്ള നൂനിനെ 2 ഹർക്കത്തിന്റെ അത്ര ഡ്യൂറേഷൻ അത്ര നമ്മൾ മണിക്കണം. അപ്പൊ ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തി വനഈം എന്ന് ഓതി പോണ ആൾക്കാരുണ്ട്. അതും ഓത്ത് തന്നെയാണ്. പക്ഷെ തജ്വീദ് നിയമപ്രകാരം അതിന് 2 ഹർക്കത്തിന്റെ ഉന്നത്ത് കൊടുക്കണം. ഇന്നൽ മുത്തഖീന ഫി ജന്നത്തിന് അങ്ങനെ ഫി ജന്നാത്തിൻ പ്ലസ് വ. അവിടെ ഇദ്ഗാംബിയ ഉന്നയാണ് യാ വ ന മ. ഇദ്ഗാംബിയ ഉന്നയുടെ 4 ലെറ്റേഴ്സ് യാ വാവ് നൂന് മീം. അത് ജന്നാത്തിൽ നിന്നുള്ള തെൻവീനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം. അങ്ങനെ ഓതുമ്പോഴാണ് ഓത്തർ കേൾക്കാൻ രസമുണ്ടാകുക. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ഇനി ഇതിന്റെ വന്ന പദങ്ങളൊന്ന് പരിചയപ്പെടാം. ആയത് നമ്പർ 15. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. അവിടെ അഫസിഹ്റിന് അതിന്റെ നോട്ട് നോക്കുക എല്ലാവരും. ആയത് നമ്പർ 15. ആ നോട്ടൊന്ന് കാണിക്ക് സാബിർ. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ. ആ പ്ലസ് ഫ പ്ലസ് സിഹ്റുൻ എന്നാണ്. ആ സെപ്പറേറ്റ് വാചകമാണ്. ആ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ്. ആ അഹാദ കലമുൻ എന്ന് ചോദിച്ചാൽ ഇതൊരു പേനയാണോ എന്നാണ്. ഹൽ ആദാ കലമുൻ എന്ന് ചോദിക്കും. രണ്ടും ചോദിക്കും കേട്ടോ. അഹാദ കലമുൻ എന്നോ ഹൽ ആദാ കലമുൻ ചോദിക്കാം. അപ്പൊ ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആണോ എന്നാണ്. ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ. സിഹിറുൻ എന്ന വാക്കാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വാക്ക്. സിഹിർ എന്ന് പറഞ്ഞാൽ മായാജാലം അല്ലെങ്കിൽ മാരണം എന്നൊക്കെ അർത്ഥം പറയാം. അതിന്റെ പാസ്റ്റും പ്രസന്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ സിഹിറുൻ നാദ ഇതൊരു മായാജാലമാണോ? അതല്ല അന്തും നിങ്ങള് ലാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നില്ലേ? ബസ്വറ യബ്സുറു. ബസ്വർ എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടു എന്നൊക്കെയാണ് വാക്കർത്ഥം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അഫസിഹ്റുൻ ഹാദ. ആ ഫ സിഹിറുൻ. ആ ആണോ ഫ അപ്പോൾ സിഹിറുൻ. സഹറ എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം നോക്കുക. ആ ചാർട്ടിൽ നോക്കുക. ആ ആണോ ഫ അപ്പോൾ സിഹിറുൻ എന്ന് പറഞ്ഞാൽ മായാജാലം. അപ്പൊ ഇതൊരു മായാജാലമാണോ? ഇത് നരകത്തിലേക്ക് ഇവരെ പിടിച്ചു തള്ളിയിട്ട്, മുമ്പിൽ 2 ആയത്ത് പറയുന്നുണ്ട്, നരകത്തിലേക്ക് അവരെ പിടിച്ചു തള്ളിയിട്ട് ഇതാണ് നിങ്ങൾ നിശ്ചയിച്ച നരകമെന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്. മലക്കുകൾ ചോദിക്കുകയാണ്, ഇതൊരു മായയാണോ മിഥ്യയാണോ? നിങ്ങൾ ശരിക്കും അത് അനുഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് അവിടെ പരിഹസിച്ചുകൊണ്ട് മലക്കുകൾ ചോദിക്കുകയാണ്, ഇത് മായയാണോ മിഥ്യയാണോ?
അതിന്റെ പാസ്റ്റ് ഇവിടെ കൊടുക്കണം. സഹറ എന്ന അറബി വാക്കിൽ പറഞ്ഞാൽ സിഹിർ ചെയ്തു, മാരണം ചെയ്തു എന്നാണ്. അല്ലെങ്കിൽ ജാലവിദ്യ കാണിച്ചു, മായാജാലം കാണിച്ചു എന്നൊക്കെ അതിന് അർത്ഥം പറയാം. യസ്ഹുറു അതിന്റെ പ്രസന്റൻസ് ആണ്. സിഹിർ അതിന്റെ ക്രിയാനാമമാണ്. അതിന്റെ ഫായില് ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, മനസ്സിലാക്കണം. സാഹിർ എന്നാണ്. സാഹിറും പിന്നെ അതിന്റെ പ്ലൂരൽ സഹറത്ത് എന്നാണ്. സൂറത്ത് താഹയിലുണ്ട് ഫഉൽഖിയ സഹറത്തു സാജിദീൻ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി ഒറിജിനൽ പാമ്പായപ്പോൾ സിഹിർ ചെയ്ത മായാജാലക്കാരായ ആളുകളെല്ലാം തന്നെ മൂസാ നബിക്ക് സുജൂദ് ചെയ്തു. അത് മൂസാ നബിയിൽ വിശ്വസിച്ചു. അല്ലേ? അപ്പോ സാഹിർ സഹറത്ത് ഖുർആനിൽ 40 സ്ഥലങ്ങളിൽ സഹറ യസുറു സാഹിർ സഹറത്ത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സിഹിർ ചെയ്യുന്നവൻ എന്നുണ്ട്. അല്ലെ? സഹറത്ത് സുജ്ജദൻ ഖാലു ആമന്നാ ബി റബ്ബി ഹാറൂന വ മൂസ. സൂറത്ത് താഹയിലെ 70-ാമത്തെ വചനത്തിൽ അല്ലെ പറയുന്നുണ്ട്. അപ്പൊ ആ വാക്കുകൾ പഠിക്കണം. 40 സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട്. സഹറ എന്ന് പറഞ്ഞാൽ മാരണം ചെയ്തു, അല്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥം ജാലവിദ്യ കാണിച്ചു, മായാജാലം കാണിച്ചു എന്നാണ്. യസ്ഹുറു സിഹിർ. അപ്പൊ സാഹിർ കാണിക്കുന്നവൻ എന്നാണ്. ജാലവിദ്യക്കാരൻ, സിഹിർ ചെയ്യുന്നവൻ. സഹറത്ത് അതിന്റെ പ്ലൂറലാണ്. ഓക്കെ. അഫ സിഹിറുൻ ആദാ, ഇത് മായാജാലമാണോ? ഇത് നിങ്ങൾ പണ്ട് ഭൗതിക ലോകത്ത് പറഞ്ഞ മാതിരിയുള്ള മായയാണോ, മിഥ്യയാണോ? അതല്ല. എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ 2 ചോയ്സിനാണ് ഉപയോഗിക്കുക. അത് സാധാരണ അറബികളുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്നത്. തശ്റബ് ഷായ്, നീ ചായയാണോ കുടിക്കുന്നത്? ഗഹ്വ, അതല്ല കാപ്പിയാണോ കുടിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അല്ലെ? തദ്ഹബൽ നീ എന്നാണോ പോകുന്നത്? ബുക്ര, അതല്ല നാളെയാണോ? എന്ന് പറയുന്ന അതല്ല എന്നുള്ള അർത്ഥമാണ്. അതല്ല. അന്തും നിങ്ങൾ, ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? ബസറ യബ്സുറു, ബസർ അല്ലെ? ബസറ എന്നാണ് എന്താ? കണ്ടു. യബ്സുറു കാണുന്നു. ബസറു എന്നാണ് എന്താ? കാഴ്ച എന്നാണ്. ബസരിയാത്ത് എന്നാൽ ഒപ്റ്റിക്കൽസിന് നമ്മൾ കാണാം ബസരിയാത്ത് എന്ന് കൊടുക്കുന്നത് കാണാം. ഒപ്റ്റിക്കൽസിന് മുകളിൽ ബസരിയാത്ത് കാണാം. അപ്പോ ആ വാക്ക് പഠിക്കണം. അത് ഭാഷയിലും ഖുർആനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോ മലക്കാരോട് ചോദിക്കുകയാണ്, ഇത് മായാജാലമാണോ? അതല്ല, നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? ഇത് നിങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുണ്ടോ? ശരിക്കും അവരത് അനുഭവിക്കുകയാണ്. അത് അത് ആസ്വദിക്കുകയാണ്. അത് അനുഭവിച്ച് നരകത്തെ ശിക്ഷ അനുഭവിക്കുകയാണ്. പിന്നെ അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം എന്തിനാന്ന് വെച്ചാൽ അവർ ഒന്നുകൂടി നിന്ദ്യരാക്കാനും എളിഭ്യരാക്കാനും വേണ്ടിയുള്ള ചോദ്യമാണ് മലക്കൾ ചോദിക്കുന്നത്. എന്നിട്ട് അവരോട് പറയാണ്, ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. ഇസ്ലൗഹ, ആ വാക്കിന്റെ ഒറിജിനൽ ക്രിയ സ്വലാന്നാണ്. സ്വ പിന്നെ ലാമ് ഒരു യാ. ഞാൻ പ്രൊനൗൺസ് ചെയ്യൂല, സലാന്ന വായിക്കാം. സല എന്ന വാക്കിന്റെ അർത്ഥം തീയിൽ പ്രവേശിക്കുക ഒരർത്ഥം, അല്ലെങ്കിൽ തീയിൽ കടന്ന് എരിയുക അഥവാ കത്തി എരിയുക എന്നർത്ഥം. യസ്ലി അല്ലെ? യസ്ലി എന്ന് പറഞ്ഞാൽ അതിനെ കത്തി എരിയുന്നു. അത് ഖുറാനിലെ സൂറത്ത് ഗാശിയെ കാണാത്ത തസ്ലാനാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ അവർ കത്തി എരിയുന്നതാണ് എന്ന് 88-ാം അധ്യായം ഗാശിയയിലെ 4-ാം വചനത്തിൽ പറയുന്നുണ്ട്. സൂറത്ത് മസദിൽ എപ്പോഴും നമ്മൾ പറയുന്നതാണ് സയസ്ലാനാറൻ ദാത്ത ലഹബ്, ജ്വാലകളുള്ള അഗ്നിയിൽ അവൻ കത്തി എരിയുന്നതാണ്. സയസ്ല, വെച്ച എന്തിനാ അവിടെ? ഫ്യൂച്ചർ ടെൻസ് ഡെഫിനിറ്റ് ആയിട്ട് പറയാൻ പ്രസന്റ് ടെൻസിന് മുമ്പിൽ സായോ സൗഫയോ വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസിന്റെ അർത്ഥം എന്താണ്? ഫ്യൂച്ചറായി വരാൻ പോണ കാലമായി മാറും. കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. ഇത് പരലോകത്ത് അറിയുന്നതാണ്. നോർമലി സ്വലാ യസ്ല എന്ന് പറഞ്ഞാൽ തീയിൽ പ്രവേശിക്കുന്നു എന്നും പ്രവേശിക്കും എന്നും 2 അർത്ഥം പറയാം. സന്ദർഭത്തിനനുസരിച്ച് മാറും. സൂറത്ത് മസദിൽ സയസ്ലാനാറൻ ദാത്ത ലഹബ്, ജ്വാലകളുള്ള അഗ്നി അവർ പ്രവേശിക്കുന്നു. സൂറത്തിൽ ആയ നമ്മൾ എപ്പോഴും ഓതുന്നതാണ് അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, ഏറ്റവും ഭയങ്കരമായ അഗ്നിയിൽ അവൻ കത്തിയെരിയുന്നതാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം ഖുർആനിലെ ഈ സ്വലാ യസ്ല സെല്ലി എന്നുള്ള ഈ വാക്ക് ഒരുപാട് ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അതുകൊണ്ട് അതിന്റെ ആ വാക്ക് നമ്മൾ പഠിക്കണം. ഇവിടെ അതൊന്നുമല്ല. ഇസ്ലൗ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ ഫോമാണ്. സലായ, ഒരു ക്രിയന്റെ ഓർഡർ ഫോം ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് ടെൻസ് എടുക്കുക, യാന കട്ട് ചെയ്യുക, ലാസ്റ്റ് സുക്കൂൻ ചെയ്യാന്ന്. വഖഫ, നിന്നു. യഖിഫു, നിൽക്കുന്നു. യാന കട്ട് ചെയ്ത് ലാസ്റ്റ് സുക്കൂൻ ചെയ്താൽ ഖിഫ്, സ്റ്റോപ്പ്, നിൽക്കുക എന്നാണ്.
ഇവിടെ യാനെ കട്ട് ചെയ്ത് യാ കട്ട് ചെയ്ത സിലി സിലീനാവും സിലി. അപ്പൊ സുക്കൂൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയൂല, അതുകൊണ്ട് ഒരു അലിഫിനെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ അലിഫ് ഒറിജിനൽ അലിഫല്ല, ചേർത്ത് പറയുമ്പോൾ അലിഫ് ഉച്ചരിക്കൂല. അപ്പൊ അതിന്റെ ഓർഡർ ഫോം എങ്ങനെയാണ്? ഇസ്ല, ഇസ്ലി എന്നാണ്. അതിന്റെ ബഹുവചനമാണ് ഇസ്ലൗ, നിങ്ങൾ പ്രവേശിക്കുകയും. ഹ എന്നുള്ളത് പോകുന്നത് തീയാണ്, തീ ഫീമെയിലാണ്. അതുകൊണ്ടാണ് ഹിയയുടെ ഷോർട്ട് ഫോം ആയ ഹ ഉപയോഗിച്ചത്. ആ അഗ്നിയിൽ, ആ തീയിൽ നിങ്ങൾ പ്രവേശിക്കുകയും. ഇവരോട് പറയാണ് നിങ്ങൾ ആ തീയിൽ പ്രവേശിക്കുകയും അർത്ഥം പറയാം. ആ തീയിൽ പ്രവേശിച്ചു കത്തി എരിയുവീൻ. ആ തീയുടെ ജ്വാലകൾ ഏറ്റുകൊണ്ട് നിങ്ങൾ കത്തി എരിയുവീൻ. എന്നിട്ട് പറയുന്നു ഫസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും. സബറ നമുക്കറിയാം, സബറ യസ്ബിർ സബർ അല്ലെ, വെയിറ്റ് എന്നുള്ളതിന് ഉപയോഗിക്കും. ഇസ്ബിർ ഷുവയ്യ, ഇസ്ബിർ ഷുവയ്യ, ഇസ്ബിർ അതിന്റെ ഓർഡർ ഫോം ആണ്. ഇസ്ബിർ എന്ന് പറഞ്ഞാൽ നീ ക്ഷമിക്കുക. അപ്പോൾ പ്ലസ് ഇസ്ബിർ, ഇസ്ബിറ, ഇസ്ബിറൂന. ഏതൊരു ക്രിയന്റെയും ഓർഡർ ഫോം അറബിയുടെ ഗ്രാമറിന്റെ ബേസിക് നിയമം ഇഫ് അൽ എന്നാണ്. ഫാലയാണ് നമ്മളെ ഗ്രാമറിലെ വേർഡ്. ഇംഗ്ലീഷിൽ ഡിഡ് പറയുന്ന മാതിരി ഫാലയാണ്. അപ്പം അതിന്റെ ഓർഡർ ഫോം ഇഫ് അൽ എന്നാണ്. സബറ യസ്ബിർ, ഇസ്ബിർ. അവരോട് പറയാണ് അപ്പോൾ ഇസ്ബിറു, അതിനും പ്ലൂറൽ ഉണ്ട്. ഇസ്ബിർ, ഇസ്ബിറ, ഇസ്ബിറു. ഇഫൽ, ഇഫല, ഇഫലു. ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുവീൻ, ഔ അല്ലെങ്കിൽ ലാ തസ്ബിറു നിങ്ങൾ ക്ഷമിക്കാതിരിക്കുവീൻ, അക്ഷമ കാണിക്കുവീൻ. ഈ നരക ശിക്ഷ നിങ്ങൾ ക്ഷമിച്ചാലും ശരി ക്ഷമിച്ചിട്ടില്ലെങ്കിലും ശരി, സവാ ഉൻ അലൈക്കും നിങ്ങളുടെ മേൽ സമമാകുന്നു. സബറ യസ്ബിർ നിങ്ങൾ പഠിക്കണം. സബറ യസ്ബിർ സബർ നമുക്ക് അറിയുന്ന ഒരു വേർഡാണ്. 69 സ്ഥലങ്ങളിൽ ഖുറാനിൽ വന്നിട്ടുള്ള ഒരു വേർഡാണത്. അതുപോലെ തന്നെ സവാ ഉൻ എന്നുള്ളതും സവാഉൻ 27 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത്. യാസീൻ നമ്മളെപ്പോഴും അതുണ്ടല്ലോ. യാസീനിലെ 10ാമത്തെ വചനം. വസവാഉൻ അലൈഹിം അവരുടെ മേൽ സമമാണ്, ഈക്വൽ ആണ്. അൻദർതഹും നീ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കലും അംലൻ തുൻദിറുഹും മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വിശ്വസിക്കൂല. അപ്പൊ സവാ എന്നുള്ള പദവും ഖുറാനില് 27 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സവാഉൻ അലൈക്കും നിങ്ങളുടെ മേൽ സമമാണ്. ഇന്നമാ തുജ്സൗന, അതാണ് പഠിക്കേണ്ട ഒരു വാക്ക്. തുജ്സൗന, തുജ്സൗന അതിന്റെ വെർബ് ജസ എന്നാണ്. ജസ പ്രതിഫലം നൽകി. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ എന്താ പറയാ, പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ചത് ജസാക്കല്ലാഹു ഖൈറൻ, അതാണ് ആ വാക്ക്. ജസാക്കല്ലാഹ്, അല്ലാഹ് നിനക്ക് പ്രതിഫലം നൽകട്ടെ, ഖൈറൻ നന്മ പ്രതിഫലം നൽകട്ടെ എന്ന. അതിന്റെ പ്രസന്റ് ടെൻസ് യജ്സി എന്ന. അതിന്റെ ക്രിയാനാമം എന്താണ്? ജസാഉൻ പ്രതിഫലം. സൂറത്തുർ റഹ്മാൻ ഉണ്ടല്ലോ, ഹൽ ജസാഉൽ ഇഹ്സാനു ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ പിന്നെ എന്താ പ്രതിഫലം. ഇവിടെ ഉപയോഗിച്ചത് പ്രസന്റ് ടെൻസ് എടുത്തു, യജ്സി. അതിന്റെ പ്രസന്റ് പാസീവ് വോയിസ് ആക്കി. പാസീവ് വോയിസ് ആക്കാൻ ആദ്യത്തെ അക്ഷരത്തിന് ലം എടുത്താൽ മതി, യു. യു ആക്കുക. പിന്നെ ബിഫോർ ലാസ്റ്റ് അവസാനത്തിന് മുമ്പിൽ ഫത്തുവും കൊടുക്കുക. അതാണ് യു ജിസ, യു ജിസ, യു ജിസ. അതിന്റെ ബഹുവചനമാണ് യു ജിസൗന. അപ്പൊ അർത്ഥം എന്താവും? പ്രതിഫലം നൽകപ്പെടുന്നത്, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. യാ മാറ്റി താക്കിയാൽ സെക്കൻഡ് പേഴ്സൺ ആണ്. നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് എന്താണ്? മാ ഒന്നാണ്, കുന്തും നിങ്ങൾ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഭൗതിക ലോകത്ത് വെച്ച് നിങ്ങൾ താന്തോന്നികളായി തോന്നിയവാസികളായി ജീവിച്ചതിന്, അള്ളാനെ മറന്ന് ജീവിച്ചതിന്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിച്ചിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് അനുവദിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടായാലും ശരി, നിങ്ങൾ ശിക്ഷ അനുഭവിച്ചേ തീരൂ. അത്രയും തെറ്റുകളാണ്, കുറ്റങ്ങളാണ്, പാപങ്ങളാണ് നിങ്ങൾ ഭൗതിക ലോകത്ത് വെച്ച് ചെയ്തു കൂട്ടിയത്. അതിന്റെ പരിണിത ഫലമാണ് നിങ്ങൾ ഇവിടെ വെച്ച് അനുഭവിക്കുന്നത് എന്ന് മലക്കുള്ളവർ പറയും. ഇനി ആയത് നമ്പർ എത്രയാണ്? 17. സ്വർഗം പറഞ്ഞാൽ നരകം പറയാന്നുള്ളതും ഖുർആന്റെ ശൈലിയാണ്. വിശ്വാസികളെ പറഞ്ഞാൽ അവിശ്വാസികളെ പറയാം. ഇവിടെ അത് അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നു, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ഇന്ന തീർച്ചയായിട്ടും, ഇന്ന അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും എന്നാണ്. അൽ മുത്തഖിന്റെ ജമ്മാണ് മുത്തഖൂന, മുത്തഖീന. 2 പ്രയോഗമുണ്ട്. മുത്തഖീൻ ജമ്മാണ്, മുത്തഖൂന, മുത്തഖീന. സൂക്ഷ്മത പാലിച്ചവർ, അള്ളാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ
അവർക്ക് എന്താ ഉള്ളത്? മുത്തഖിൻ ജമ്മു മുത്തഖൂന കേട്ടോ. ഖുറാനിലെ 51 സ്ഥലത്ത് മുത്തഖൂന എന്നും മുത്തഖീന എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജന്നത്തിന്റെ ജമ്മാണ് ജന്നാത്ത്. ജന്നത്ത് 69 സ്ഥലങ്ങളിലും ജന്നാത്തിന്റെ ബഹുവചനം 67 സ്ഥലങ്ങളിൽ ഖുറാനിൽ ഉപയോഗിച്ചത്. സ്വർഗത്തോപ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. നഈം അതിന്റെ വെർബ് നഅമ, സുഖജീവിതം നയിച്ചു, അനുഗ്രഹം അനുഭവിച്ചു എന്നും അർത്ഥമുണ്ട്. യൻ അമു സുഖജീവിതം നയിക്കുന്നു. നിഅമത്ത് നഅമത്ത് രണ്ട് പ്രയോഗമുണ്ട്. സുഖം അനുഗ്രഹം എന്നൊക്കെ അർത്ഥം. അതിന്റെ ഫഈൽ രൂപത്തിൽ വന്നതാണ് നഈം. നഈം എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹങ്ങൾ. നമ്മൾ പേരൊക്കെ അറിയാറുണ്ടല്ലോ ആളുകൾക്ക് നഈം എന്ന്, അല്ലെ? സുഖാനുഗ്രഹങ്ങൾ. അപ്പം സ്വർഗീയവാസികൾ ആരാണ്? അവർക്ക് എന്താ ഉള്ളത്? സ്വർഗത്തോപ്പുകളുണ്ട് അവർക്ക്. മാത്രവുമല്ല സുഖാനുഗ്രഹങ്ങളും ഉണ്ട്. രണ്ടും അവർക്ക് ലഭിക്കും എന്നാണ്. ഇനി ഇതിന്റെ ആശയത്തിലേക്ക് നമുക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം. ആയത് നമ്പർ 15. അഫസിഹിറുൻ ഹാദ, ഇത് മായാജാലമാണോ, മിഥ്യയാണോ? അതല്ല അന്തും നിങ്ങൾ, ലാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ എന്ന് നരകവാസികളോട് മലക്കുകൾ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുകയാണ്. ഈ ആയത്ത് 15-ാമത്തെ ആയത്ത് 13, 14 ആയത്തുകളുമായി കണക്റ്റഡാണ്. അതിൽ പറയുന്നത് എന്താണ്? നരകത്തിലേക്ക് ഇത്തരം ആളുകളെ ശക്തിയായി പിടിച്ച് തള്ളുകയാണ്, പിടിച്ചെറിയുകയാണ്. ഇതിനവർ പറയാണ്, നിങ്ങൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞ, സംഭവിക്കൂല എന്ന് പറഞ്ഞ പരലോകവും നരകവും ഒക്കെയാണിത്. ഇത് നിങ്ങൾ അനുഭവിക്കണം. എന്നിട്ട് ചോദിക്കുകയാണ്, അഫസിഹിറുൻ ആദാ, അഫസിഹിറുൻ ആദാ, നിങ്ങൾ അഫസിഹിറുൻ ആദാ, ഇത് മായയാണോ, ജാലവിദ്യയാണോ? നിങ്ങൾ പണ്ട് ഭൗതിക ലോകത്ത് വെച്ച് മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞതാണല്ലോ ഇത് സിഹിറാണ്, മുഹമ്മദ് നബി സാഹിറാണ്, മാരണക്കാരനാണ് എന്ന് ആരോപിച്ചിരുന്നു. ഖുറാനില് 2 ഇടങ്ങളിൽ നബിയെക്കുറിച്ച് അദ്ദേഹം മാരണക്കാരനാണ് എന്ന് അവർ ആരോപിച്ചിരുന്നു. ഒന്ന് 10-ാം അധ്യായം സൂറത്ത് യൂനുസ്, അതിലെ 2-ാമത്തെ വചനം, ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. നിഷേധികളായ ആളുകൾ പറഞ്ഞു, ഇന്ന ഹാദാ, തീർച്ചയായിട്ടും ഇദ്ദേഹം, ഇവൻ അഥവാ മുഹമ്മദിനെ കുറിച്ചാണ് പറയുന്നത്, ലസാഹിറുൻ, ഉറപ്പിച്ചു പറയാണ്, ഒരു മാരണക്കാരൻ തന്നെയാണ്, മുബീനുൻ, വ്യക്തമായ. 38-ാം അധ്യായം സൂറത്ത് സ്വാദിലെ 4-ാം വചനം, വജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ്. വഅജിബു, അവർ അത്ഭുതപ്പെട്ടു, അൻജാഅഹും, അവർക്ക് വന്നതിനാൽ, മുൻദിറും മിൻഹും, അവരിൽപ്പെട്ട ഒരു മുന്നറിയിപ്പുകാരനായ പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ദൂതനായി വന്നപ്പോൾ അവർക്ക് അത്ഭുതം. ഖാലൽ കാഫിറൂൻ, നിഷേധികളായ ആളുകൾ പറഞ്ഞത്, ആദാ സാഹിറുൻ, ഇവൻ ഒരു മാരണവിദ്യ പഠിച്ചു വന്നതാണ്, കദ്ദാബുൻ, കള്ളനാണ്, കളവ് പറയുന്നവനാണ് എന്നാണ്. അപ്പം നബിയെക്കുറിച്ച് സാഹിറാണ്, സിഹിർ ചെയ്യുന്നവനാണ് എന്ന് ശത്രുക്കൾ ആരോപിച്ചതാണ്. ശത്രുക്കൾ കൃത്യമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം ശരിവെക്കും വിധം പ്രവാചകന് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ നസ്സായ കാര്യത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകാര്യമല്ല. ഖുർആന്റെ ആയത്തുകൾക്ക് എതിരായി കൊണ്ട് ഹദീസുകൾ വരില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഹദീസുകൾ വന്നു കഴിഞ്ഞാൽ അത് ഖുർആനാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? ഭൗതിക ലോകത്ത് വെച്ച് അദ്ദേഹം മാരണക്കാരനാണ്. അതുപോലെ മരണാന്തര ജീവിതത്തെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? അത് ആളുകളെ മയക്കുവാനുള്ള മായാവിദ്യയോ ആഭിചാര വിദ്യയോ ആണ്, അല്ലെ? ജനങ്ങളുടെ ഇടയിൽ ആളാവാൻ വേണ്ടി ഇവൻ ചില വിദ്യകൾ പഠിച്ച് വന്നിട്ടുള്ള. 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 7-ാമത്തെ വചനം. അപ്പൊ പരലോകത്തെക്കുറിച്ചും അവർ മായാജാലം എന്ന് പറഞ്ഞു, പ്രവാചകനെ കുറിച്ച് സാഹിർ എന്ന് പറഞ്ഞു.
ഹൂദിലെ 7-ാം വചനത്തിൽ പറയുന്നു വലയൻ ഖുൽത ഇന്നകും മബ്ഊസൂന മിൻ ബഅദിൽ മൗത്ത് മിൻ ബഅദിൽ മൗത്ത് ലയഖൂലന്ന അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. വലയിൻ ഖുൽത, നീ അവരോട് പറഞ്ഞാൽ ഇന്നക്കും മബ്ഊസൂന മിൻ ബഅദിൽ മൗത്ത്, മരണത്തിന് ശേഷം നിങ്ങൾ പുനർജനിക്കുമെന്ന് പറഞ്ഞാൽ ലയഖൂലന്ന അല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ എന്താ പറയാ, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇത് കൃത്യമായ വ്യക്തമായ സിഹ്റാണ്. പരലോകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പറയുമ്പോൾ ഇത് ആളുകളെ കയ്യിലെടുക്കാനുള്ള ചെപ്പടി വിദ്യയാണ്, മായാജാലമാണ്, അഭിചാരമാണ്, മിഥ്യയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ആളുകളാണ്. ഇങ്ങനെയൊക്കെ പരലോകത്തെയും അള്ളാഹുവിനെയും കുറിച്ച് നിഷേധിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് ഇപ്പതാ നിങ്ങളെ കൺമുമ്പിൽ നരകം കാണുകയാണ്, അനുഭവിക്കുകയല്ല. എത്ര മുന്നിൽ ജഹീം, നരകം കൺമുമ്പിൽ കാണുകയാണ്, അതിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്, അനുഭവിക്കുകയാണ്. അപ്പം മലക്കൾ ചോദിക്കുകയാണ്, അവരെ വഷളാക്കിയും കൊണ്ട്, അവരെ മോശമാക്കിയും കൊണ്ട്, അവരെ തരം താഴ്ത്തിയും കൊണ്ട് ചോദിക്കുകയാണ്, ഇത് മായയാണോ? അംതും ലാ തുബ്സിറൂൻ, നിങ്ങൾ ഭൗതിക ലോകത്തിലെ പോലെ ഇത് നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇത് കണ്ടറിയുന്നില്ലേ? അല്ലെങ്കിൽ ഇത് കാണാതെ നിങ്ങൾ അന്ധരാണോ എന്ന് അവരോട് മലക്കുകൾ ചോദിക്കുകയാണ്. അപ്പൊ അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല, കാരണം നരകത്തിന്റെ ചൂട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മലക്കുകൾ പറയുന്ന ആയത്ത് നമ്പർ 16 ഇസ്ലൗഹ, നിങ്ങൾ നിർബന്ധമായും ഇതിലെ ശിക്ഷ അനുഭവിച്ചേ തീരൂ. ഇത് നിങ്ങൾ ഇതിൽ പ്രവേശിച്ചുകൊണ്ട് എരിയേണ്ടവരാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഈ തീയുടെ അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങിയും കൊണ്ട് വേദന അനുഭവിക്കേണ്ടവരാണ് നിങ്ങൾ. അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, സൂറത്തുൽ ഹുമസയിൽ പറഞ്ഞില്ലേ, വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസത്തിൻ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ. നരകം എന്ന നല്ല ഡെഫിനിഷനാണത്. അള്ളാഹുവിന്റെ ജ്വലിപ്പിക്കപ്പെടുന്ന, കത്തിക്കപ്പെടുന്ന, ശിക്ഷയുടെ ഉപാധിയായി അള്ളാഹു നിശ്ചയിച്ച അഗ്നിയാണ് നരകം. അതിന്റെ രൂപവും ഭാവവും നമുക്കറിയില്ല. കഠോരമാണ്. ഭൗതിക ലോകത്തിലെ അഗ്നിയേക്കാൾ അതിന്റെ ചൂട അത്രയും ഇരട്ടിയാണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ നിർബന്ധമായി കടന്നുകൊണ്ട് നിങ്ങൾ അനുഭവിക്കണം. 34-ാം അധ്യായം സബയിലെ 42-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഇതിന് മുമ്പിലെ ആയത്തിൽ ഇതേ ആയത്ത് തന്നെയാണ്, 17-ാമത്തെ ആയത്തിലും. ദൂഖു, നിങ്ങൾ അനുഭവിക്കുക, രുചിച്ചു നോക്കുക, അദാബന്നാർ, നരകശിക്ഷ, അല്ലത്തി കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ കളവാക്കിയിരുന്ന നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് മലക്കളോട് പറയും. 44-ാം അധ്യായം സൂറത്ത് ദുഹാൻ അതിൽ 49-50 വചനത്തിലും ഇതേ ആശയം തന്നെയാണ്. നീ ആസ്വദിക്കുക, അനുഭവിക്കുക. ഇന്നക്ക, തീർച്ചയായിട്ടും നീ അസീസ്, ഭൗതിക ലോകത്ത് പ്രതാപവാനായിരുന്നു, നീ പ്രശസ്തിയുള്ള ആളായിരുന്നു, നിനക്ക് കാവൽക്കാരുണ്ടായിരുന്നു, അകമ്പടി ഉണ്ടായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷെ ഇന്ന് നീ നിന്ദ്യനാണ്, നിസ്സാരനാണ്. ഈ നരകത്തിന്റെ അഗ്നിയിൽ വെന്തുരകാനാണ് നിന്റെ നിശ്ചയം. ദുഃഖത്തോടെ നീ ആസ്വദിക്കുക. ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറൂൻ, നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്ന, ഇന്ന ഹാദാ, തീർച്ചയായിട്ടും നരകാഗ്നി, മാ, ഒന്നാണ്, കുന്തും, നിങ്ങൾ, ബിഹി, അതിനെക്കുറിച്ച്, തംതറൂൻ, നിങ്ങൾ സംശയത്തിലായിരുന്നു. അങ്ങനെ നരകം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു പരലോകമുണ്ടോ? പുനർജനിക്കുമോ? മരണത്തോടു കൂടി എല്ലാം അവസാനിക്കൂലേ? ഇനിയൊരു ജന്മമുണ്ടോ? അങ്ങനെ ഒരു അവസരമുണ്ടോ? അത് ഉൾക്കൊള്ളാൻ ചില വിശ്വാസത്തോടെ മനസ്സുപോലും അത് ഉൾക്കൊള്ളാൻ വൈമനസ്യം കാണിക്കുന്നുണ്ട്, അല്ലെ? വിശ്വാസം ഉറക്കാത്ത ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾ. അവരെ കുറിച്ചാണ് ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറുൻ എന്ന് ദുഹാനിലെ 50-ാമത്തെ വചനത്തിൽ പറയുന്നത്. നിങ്ങൾ സംശയിച്ചിരുന്ന ആ കാര്യമാകുന്നു നിങ്ങളുടെ കൺമുമ്പിൽ വന്നുപെട്ടിരിക്കുന്നത്. അതിലാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും, നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക. ഔ ലാ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കാതിരിക്കുക അഥവാ അക്ഷമ കാണിക്കുക, രണ്ടും നിങ്ങൾക്ക് സമമാണ്. ഭൗതിക ലോകത്ത് വല്ല വിപത്തും പറ്റിയാൽ നമ്മളെല്ലാവരോടും എന്താ പറയാ? നീ അല്പം ക്ഷമിക്ക്,
സഹിക്ക്. ഖുർആനും ഹദീസും നമ്മൾ പഠിപ്പിക്കുന്നത് ക്ഷമയുടെ പാഠങ്ങളാണ്. അങ്ങനെ ക്ഷമിച്ചാൽ അള്ളാഹു ആ വിപത്ത് നമുക്ക് മാറ്റിത്തരും, അല്ലേ? അല്ലെങ്കിൽ അതിനേക്കാൾ പകരം വേറെ അള്ളാഹ് നൽകും. പക്ഷേ ഈ നരകവാസികളോട് പറയുന്നത്, നിങ്ങൾ ക്ഷമിച്ചാലും ക്ഷമിച്ചിട്ടില്ലെങ്കിലും ശിക്ഷയിൽ നിന്ന് ഒരു അണിമണി തുക നിങ്ങൾക്ക് ലഘൂകരിച്ചു നൽകുന്നതല്ല എന്നാണ്. 14-ാം അധ്യായം ഇബ്രാഹിമിലെ 21-ാം വചനത്തിൽ ഇതേ ആശയം അള്ളാഹ് പറയുന്നുണ്ട്. സവാഉൻ അലൈനാ അജസഅനാ അം സബർനാ മാ ലനാ മിൻ മഹീസ്. നിരാശരായി, ആശയറ്റ്, അല്ലേ? നരകവാസികൾ പറയുന്ന ഒരു വാക്കാണിത്. സവാഉൻ അലൈനാ, നമ്മൾക്ക് സമമാണ്. ആ ജസായന, ഞങ്ങൾ അക്ഷമ കാണിക്കലും അം സബർന, ക്ഷമിക്കലും സമമാണ്. മാ ലനാ മിൻ മഹീസ്, നമുക്ക് എന്തില്ല, ഒരു രക്ഷാമാർഗം ഇല്ല എന്ന് അവര്, ഈ നരകവാസികള് ആത്മകഥ നൽകുന്നത് സൂറത്ത് ഇബ്രാഹിമിലെ 21-ാം വചനത്തിൽ പറയാണ്, അല്ലെ? എന്നിട്ട് മലക്കൾ അവിടെ പറയുന്ന അടുത്ത വാചകം, ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. ഇന്നമാ, തീർച്ചയായിട്ടും, തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ, മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ്. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ്. നിങ്ങൾ ഭൗതിക ലോകത്ത് അള്ളാഹുവിനെ മറന്നാണ് ജീവിച്ചത്, തന്നിഷ്ടപ്രകാരമാണ് ജീവിച്ചത്. ഖുർആനില് സൂറത്ത് അന്നാമിലും സൂറത്ത് അഹ്ഖാഫിലും ഭൗതിക ലോകത്ത് ഇവർ ചെയ്ത വലിയ തെറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ശിക്ഷ അനുഭവിക്കുവാനും നരകവാസികളായി തരാനും കാരണക്കാരായിട്ടുള്ളത് സൂറത്ത് അന്നാം 6-ാം അധ്യായം അന്നാമിലെ 93-ാം വചനത്തിൽ പറയുന്നുണ്ട്. അൽയൗമ തുജ്സൗൻ. ഇതേ വാക്കനെ തുജ്സൗന ഖുർആനില് 9 സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. തുജ്സൗന 9 സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഇതേ വാക്കനെ. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് പ്രതിഫലം നൽകുന്നത്. അതിന് കാരണം പറയുന്നത്, ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്. അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥമല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. പടച്ചോനെ നിഷേധിക്കുന്നവളായിരുന്നു. അന്നം തന്ന, ആഹാരം തന്ന, വെള്ളം തന്ന, വായു തന്ന, വെളിച്ചം തന്ന അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവരാണ് നിങ്ങൾ, തള്ളിപ്പറഞ്ഞവരാണ് നിങ്ങൾ. സ്വന്തം ഇഷ്ടം എന്താണോ അത് നടപ്പിൽ വരുത്തിയവരാണ്. അതിനു മുമ്പിൽ അള്ളാഹുവും ഇസ്ലാമും ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക്. അങ്ങനെ ജീവിച്ചവരാണ് എന്ന് സൂറത്ത് അന്നാമ പറയും. സൂറത്ത് അഹ്ഖാഫ് 46-ാം അധ്യായം അഹ്ഖാഫിലെ 20-ാം വചനത്തിൽ പറയുന്നു, എന്താണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടാണ്ടായ കാരണം? ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർള്. ഭൂമിയിൽ അഹങ്കരിച്ചവരാണ് നിങ്ങൾ. അല്പം സമ്പത്തുണ്ടായപ്പം, സന്താനങ്ങൾ ഉണ്ടായപ്പം, സൗന്ദര്യമുണ്ടായപ്പം അതിൻ്റെ ഒക്കെ പേരിൽ അഹങ്കരിച്ചവരാണ് നിങ്ങൾ. സൗന്ദര്യവതികളായ ആളുകൾ, അല്ലെ, സ്ത്രീകളാവട്ടെ പുരുഷനാവട്ടെ, അവർ അതിന്റെ പേരിൽ അഹങ്കരിച്ചു. സമ്പത്ത് കൂടിയപ്പോ അതിന്റെ പേരിൽ കിബിറ് നടിച്ച ആളുകളാണ്. അങ്ങനെ അഹങ്കാരം നടിച്ചു, അല്ലെ? സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. ഭൂമിയിൽ അവർ ഉന്നതി ആഗ്രഹിക്കുന്നില്ല, പ്രൗഢി ആഗ്രഹിക്കുന്നില്ല, ജാട ആഗ്രഹിക്കുന്നില്ല, വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും ആഗ്രഹിക്കാത്ത ആളുകളാണ്. നരകവാസികളെ കുറിച്ച് അഹ്ഖാഫിൽ 20-ൽ പറയുന്നത്, അവർ നരകവാസികളാണ്ടായ കാരണം അഹങ്കരിച്ചു, അഹംഭാവം കാണിച്ചു, അല്ലെ? അഹംഭാവം കാണിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. മനുഷ്യർക്ക് അത് അനുവദനീയമല്ല. കാരണം അവന്റെ ജീവന് യാതൊരു വിലയില്ല, എപ്പോഴും അവസാനിക്കാം. ആ വിലയില്ലാത്ത ജീവനുമായി എന്തിനാണ് ഇവൻ അഹങ്കരിക്കുന്നതെന്നാ, അല്ലെ? അൽഫിൽ അർള്, ഭൂമിയിൽ, ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു അവകാശവുമില്ലാതെ നീ അഹങ്കരിച്ചു. വബിമാ കുൻതും തഫ്സുഖൂൻ, ഭൂമിയിൽ നിങ്ങൾ തോന്നിവാസം കാണിച്ചു, കുഴപ്പമുണ്ടാക്കി, സർവ്വ തമ്മാടിത്തരങ്ങളും ചെയ്തു. അങ്ങനെ താന്തോന്നികളായി ജീവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ നരകശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അവരോട് മലക്കൾ പറയുന്നതാണ്, ഇന്നമാ തുജ്സൗന, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴാണ്. എന്ന് വെച്ചാൽ താൻ ചെയ്ത തിന്മകളുടെ പ്രതിഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുകയാണ്. ഇന്നമാ തുജ്സൗന, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതാണ്. അതുകൊണ്ട് നരകത്തിൽ നിങ്ങൾക്ക് ഇനി പ്രതീക്ഷയില്ല, ആശയറ്റ ജീവിതമാണ്. സൂറത്തുൻ നബയിൽ അള്ളാഹ് പറയുന്നുണ്ട് 30-ാമത്തെ വചനത്തിൽ, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, നിങ്ങൾ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ മറ്റൊന്നും ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതല്ല. ശിക്ഷയുടെ വിവിധ മാർഗങ്ങളും വിവിധ രൂപങ്ങളും വർദ്ധിപ്പിക്കാന്നല്ലാതെ നിങ്ങൾക്കൊരു മോചനം, ഒരു മോക്ഷം ഈ നരകത്തിൽ നിന്നും ഇല്ല എന്ന് മലക്കുകൾ അറുത്തുമുറിച്ച് പറയാൻ.
അതോടുകൂടി പിന്നെ അവര് ആശയറ്റ് നിരാശരായി തീരുകയാണ്. ഈ രൂപത്തിലാണ് നരകവാസികളെ ആയ ആളുകളോട് ശിക്ഷയുടെ മലക്കുകൾ അവരോട് പെരുമാറുന്നത്. ഇവിടെ ക്രൂരമായ രൂപത്തിലാണ് അവരോട് പെരുമാറുന്നത് എന്നാണ്. അവ നമ്മള് ആയത് നമ്പർ 11 മുതൽ ഈ 16 വരെ നരകവാസികളായ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവർ ആ നരകത്തിൽ പ്രവേശിക്കാണ്ടായ കാരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് 17, 18, 19 ആയത്ത് 20 ആയത്തുകള് സ്വർഗവാസികള് 21 അതിൽപ്പെട്ടത്. സ്വർഗവാസികള് 21, 22, 23 തുടങ്ങി കുറച്ചായത്തുകൾ സ്വർഗവാസികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അതിന്റെ ആരംഭമാണ് ആയത്ത് നമ്പർ 17. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം. തീർച്ചയായിട്ടും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾ, അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് അനുധാവനം ചെയ്ത് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ എന്നാണ്. ഏതൊരു വിഷയം നമുക്ക് വന്നാലും ആ വിഷയത്തിൽ അള്ളാഹിന്റെ കൽപ്പന എന്താണ്, അള്ളാഹ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു എന്താണ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അത് നടപ്പിൽ വരുത്തുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ എന്നാണ്. മനുഷ്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരക്കാർക്കുള്ള പ്രതിഫലമാകുന്നു സ്വർഗം. സ്വർഗീയ അനുഭൂതികളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സ്വർഗവാസികൾക്ക് ലഭിക്കുന്നത് ജന്നാത്താണ്, സ്വർഗീയ ആരാമങ്ങളാണ്, സ്വർഗീയ തോട്ടങ്ങളാണ്, നേച്ചറാണ്, പ്രകൃതിപരമായ അനുഗ്രഹങ്ങളാണ്, ആർട്ടിഫിഷ്യൽ ഒന്നുമില്ല. അഥവാ മരങ്ങൾ, താഴ്ന്നു കിടക്കുന്ന മരങ്ങളുടെ തണലുകളാണ്. ആ തണലുകളിലാണ് അവർ വിശ്രമിക്കുന്നത്, അല്ലെ. ഒഴുകുന്ന അരുവികൾ അവർക്കുണ്ട്, ഉയർന്ന കൊട്ടാരങ്ങളുണ്ട്, അലങ്കരിച്ച ഭവനങ്ങളുണ്ട്, അലങ്കൃതമായ കൂടാരങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസക്കും വലക്കും ഫിയ മാ തദ്ദഊൻ. നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നതെല്ലാം സ്വർഗത്തിൽ ലഭിക്കും. വലക്കും ഫിയ മാ തദ്ദഊൻ. നിങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അതെല്ലാം അവിടെ ലഭിക്കും. അങ്ങനെയുള്ള മനുഷ്യാഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് സ്വർഗം. മനുഷ്യന്റെ ആഗ്രഹങ്ങളിൽ എത്ര സമ്പത്തുണ്ടെങ്കിലും ഭൗതിക ലോകത്ത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നാണ്. കാരണം അതിന് അവന്റെ ആരോഗ്യം തടസ്സമാണ്, രോഗങ്ങൾ തടസ്സമാണ്, അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് എത്ര സമ്പത്തുണ്ടെങ്കിലും അവൻ ആഗ്രഹിച്ചത് ആഹരിക്കുവാനോ അല്ലെങ്കിൽ കുടിക്കുവാനോ അനുഭവിക്കുവാനോ അവന് ഇവിടെ അവസരമില്ല. അത് സ്വർഗത്തിലാണുള്ളത്. അപ്പൊ സ്വർഗത്തിൽ എന്തുണ്ട്? ജന്നാത്ത്, സ്വർഗീയ ആരാമങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട് എന്നാണ്. നഈം എന്താ? സുഖാനുഗ്രഹങ്ങൾ. നഈം എന്ന് പറഞ്ഞാൽ സുഖാനുഗ്രഹങ്ങൾ, അനുഗ്രഹം, നിഅമത്ത് എന്ന് വന്ന വാക്കാണ്, അല്ലെ. സുഖാനുഗ്രഹങ്ങളുണ്ട്, ശാരീരികമായ അനുഗ്രഹമുണ്ട്, മാനസികമായ സൗഭാഗ്യങ്ങളുണ്ട്. അവിടെ അനാവശ്യമായ ഒരു സംസാരമോ തെറ്റായ വാക്കുകളോ ഒന്നും മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. എപ്പോഴും സമാധാനത്തിന്റെ, ശാന്തിയുടെ വാക്കുകളാണ് പരസ്പരം കൈമാറുന്നത്. സൂറത്ത് വാഖിയയിൽ 25-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. ആ സ്വർഗത്തിൽ വെച്ച് അവർ കേൾക്കുകയില്ല ലഗ്വൻ, ഒരു അനാവശ്യമായ സംസാരം, വലാ തഅസീമൻ, കുറ്റകരമായ ഒരു വാക്കും അവർ കേൾക്കൂല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവര് രക്ഷയുടെ വാക്കുകളല്ലാതെ അവര് മറ്റൊന്നും കേൾക്കൂല. പരസ്പരം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേമാതിരി സമാധാനം കാക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്. അവരുടെ മനസ്സിലുള്ള എല്ലാ പകയും വിദ്വേഷവും നാം ഊരിക്കളഞ്ഞു. ഖുർആൻ പറയുന്നു, വനസഅനാ മാ ഫീ ഖുലൂബിഹിം മിൻ ഗില്ലിൻ. അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന ഗില്ലിൻ, പകയും വിദ്വേഷവും എല്ലാം തന്നെ നാം ഊരിയെടുത്തിരിക്കുന്നു. അതെല്ലാം അള്ളാഹു ഇല്ലാതാക്കിയിരിക്കുന്നു. പകരം അവിടെ സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു നിറച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സന്തോഷം കളിയാടുന്ന, സൗഭാഗ്യം കളിയാടുന്ന ഇടമാണ് സ്വർഗം. ഇങ്ങനെയുള്ള സ്വർഗം ലഭിക്കുവാനാണ് ഓരോ വിശ്വാസിയും പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്ന് സൂറത്ത് ആല ഇംറാൻ 133-ാമത്തെ വചനത്തിൽ അള്ളാഹു വിശ്വാസികളെ ഉണർത്തുന്നുണ്ട്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ, നിങ്ങൾ ധൃതി കൂട്ടണം, വേഗത്തിൽ വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹുവിൽ നിന്ന് പുറത്തു കിട്ടുവാൻ വേണ്ടിയുള്ള തോപ ചെയ്തുകൊണ്ട്
ആ പാപങ്ങൾ പുറത്തു കിട്ടുവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ വരണം. വജന്നത്തിന് ഒരു സ്വർഗം ലഭിക്കുവാനുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ നടത്തണം. എന്താണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത? അർളു വസ്സമാവാതു വൽ അർളു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മാത്രം വിശാലതയുള്ള സ്വർഗമാണ്. ഒരാൾക്ക് പോലും ലഭിക്കുന്ന സ്വർഗത്തിന്റെ വിശാലതയാണ് ആ പറഞ്ഞത്. അപ്പോ ഇത്രയും ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗം എത്ര വിശാലമായിരിക്കും. ഈ സ്വർഗം തയ്യാറാക്കി വെച്ചത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, ഭൗതിക ലോകത്ത് വെച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടു, ഒരാശയത്തിൽ ഒരാദർശത്തിൽ വിശ്വസിച്ചു, ആ ആദർശത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ വേണ്ടി തയ്യാറായി, ആ ആദർശം അവനെ മരിക്കുമ്പോൾ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരു വിശ്വാസി, അല്ലെ? അത്തരം ആ ആദർശത്തിൽ വിശ്വസിച്ച് അതിനുവേണ്ടി ജീവിച്ച ആളുകൾക്കാണ്, ആ മുത്തഖീങ്ങൾക്കാണ് ആ സ്വർഗം. ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് ആലി ഇംറാൻ 133-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇവിടെയും അതും തന്നെയാണ്. ഇന്നൽ മുത്തഖീന ഫി ജന്നാത്തിൻ വ നഈം. മുത്തഖീങ്ങൾ എന്തിലാണുള്ളത്? സ്വർഗീയ ആരാമങ്ങളിലും സുഖാനുഗ്രഹങ്ങളിലുമാണ് ഉള്ളത് എന്നാണ്. അപ്പൊ ഇതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവും. ഇതിന്റെ റിവിഷൻ ഭാഗത്തിലേക്കാണ് പോവുകയാണ്. ഒന്നുകൂടി ഖിറാഅത്ത് നടത്തിയിട്ട് നമുക്ക് ഇതിന്റെ ഈ നിർത്താവുന്ന, ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതാവുന്നു. ഒന്നുകൂടി ഓതാം. ആയത്ത് നമ്പർ 15, 16, 17. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفسحر هذا أم أنتم لا تبصرون اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون إن المتقين في جنات ونعيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفسحر هذا أم أنتم لا تبصرون. ആണോ, അപ്പോൾ സിഹറുൻ, മായാജാലമാണോ, ഹാദ ഇത്, ഈ നരകം, നിങ്ങൾ കാണുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന നരകം മായാജാലമാണോ, നിങ്ങൾ ഭൗതിക ലോകത്ത് പറഞ്ഞ മാതിരി അസംഭവ്യമാണോ, അതല്ല അന്തും നിങ്ങൾ ലാ തുബ്സിറൂൻ, ഈ നരകത്തിലെ ശിക്ഷകൾ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടോ? നിങ്ങൾ ഭൗതിക ലോകത്ത് നിങ്ങൾ പറഞ്ഞ മാതിരി അന്ധരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അങ്ങനെ അന്ധരാണ് ഇവിടെയും? ഒരിക്കലുമല്ല. അവരിതിനെ അനുഭവിച്ച് തീച്ചൂളയിൽ അനുഭവിക്കുകയാണ് അവർ. ഇസ്ലൗഹ, നിങ്ങൾ ആ നരകാഗ്നിയിൽ പ്രവേശിച്ചുകൊള്ളുക. ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുവീൻ. ഔലാ തസ്ബിറു, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലും രണ്ടും സവാവുന്നലേക്കും, നിങ്ങൾക്ക് സമമാണ്. നിങ്ങളെ ശിക്ഷ ലഘൂകരിക്കുന്നതല്ല. ക്ഷമിച്ചിരുന്നാൽ ശിക്ഷ ലഘൂകരിക്കുമെന്ന് ചിന്തിക്കേണ്ട, രണ്ടാലും സമം. ഇങ്ങനെ നിങ്ങളെ ശിക്ഷിക്കുന്നത് അള്ളാഹു ക്രൂരനും കഠിനനുമായത് കൊണ്ടല്ല. അള്ളാഹു ആരോടും അക്രമം പ്രവർത്തിക്കുകയില്ല. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഇന്നമാ തുജ്സൗന, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. പ്രസന്റ് പാസീവാണ്. തുജ്സൗന ഒന്നാണ്, കുന്തും നിങ്ങളായിരുന്നു, താമലുൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒന്നിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നൽ മുത്തഖീന, തീർച്ചയായിട്ടും അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകള്, ഫി ജന്നാത്തിൻ, അവർ സ്വർഗീയ ആരാമങ്ങളിലാണ്, വനഈം, സുഖാനുഗ്രഹങ്ങളിലേക്ക് ലയിച്ചിരിക്കുന്നവരാണവർ. ഇത്രയും ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഈ മൂന്നായത്തിൽ നിന്നൊരു 3 ആശയം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, നരകവും സ്വർഗവും ഒക്കെ യാഥാർത്ഥ്യമാണ്, അത് മിഥ്യയല്ല എന്നാണ്. പല ആളുകളും പറയുന്നുണ്ട് നമ്മുടെ സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിച്ചോളി എന്നാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ട് അതെല്ലാം ചെയ്തോളിന്ന. ആഗ്രഹങ്ങൾക്ക് ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അവിടെ അത് മനുഷ്യന് ആത്യന്തികമായി മനുഷ്യന് ദോഷമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അത് നിരോധിക്കുന്നത്. അപ്പം അത് പാലിക്കാതെ ജീവിച്ച ആളുകൾക്ക് നരകം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് മലക്കൾ അവിടെ ചോദിക്കുന്നത്, ഇതിപ്പോ മായയാണോ മിഥ്യയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് യാഥാർത്ഥ്യമാണെന്നുള്ളൊരു വിശ്വാസം, നരകത്തിലും സ്വർഗത്തിലും മാഷറയിലൊക്കെ ഉള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. മറ്റൊന്ന്, ഇന്നമാ തുസോനമാക്കും താമൽ എന്ന് പറഞ്ഞില്ലേ, 16-ാമത്തെ ആയത്ത്, അതൊരു പോയിന്റാണ്. എന്ന് വെച്ചാല് മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങൾ അവൻ അനുഭവിക്കും. ഭൗതിക ലോകത്ത് നിന്ന് അനുഭവിക്കുന്നവരുണ്ട്, അനുഭവിക്കാത്തവർക്ക് പരലോകത്ത് നിന്ന് അനുഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ആയത്ത് നമുക്ക് നൽകുന്നത്. ചെയ്തതിന്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കും.
അത് ഈ ലോകത്തുനിന്ന് അനുഭവിക്കുന്നവരുണ്ട്, പരലോകത്തുനിന്ന് അനുഭവിക്കുന്നുണ്ട്. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് തന്നെ ശിക്ഷ കിട്ടും. പരലോകത്തുനിന്ന് അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അത് അനുഭവിക്കുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുക. അതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. 3, തഖ്വ പാലിച്ചവർക്ക് ലഭിക്കുന്ന ആദരവ്, ശ്രേഷ്ഠത, അനുഭൂതികള്, അനുഗ്രഹങ്ങള്, സ്വർഗങ്ങള്, ആരാമങ്ങള് അത് അനിർവചനീയമാണ്. അത് പറയുവാൻ സാധ്യമല്ല. വാക്കുകൾ കൊണ്ട് അത് നിർവചിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളും ഒക്കെ പറയുമ്പോൾ അത് ഭൗതിക ലോകത്തിന് ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ മനസ്സിന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ടോട്ടലി അത് എന്തല്ല, ഭൗതിക ലോകത്തുള്ള വസ്തുക്കളോട് തുല്യപ്പെടുത്താവുന്നതല്ല സ്വർഗത്തിലുള്ളത്. മാല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്ത, വല ഉദുനുൻ സമീഅത്ത്, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സുകൾക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കാത്തതാണ് സ്വർഗം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വർഗം ലഭിക്കുവാൻ ഉള്ള ഒരു അഭിവാഞ്ച ആഗ്രഹം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം. മാത്രവുമല്ല അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അത്തരം സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം തന്നെ പടച്ച തമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബ് നമ്മളിൽ നിന്ന് ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങി എല്ലാവർക്കും പടച്ച തമ്പുരാൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. റബ്ബ് തആല അവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا في فلسطين وانتصر لهم من اليهود المحتلين الغاصبين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.